അദ്ദേഹത്തിന് എ കെ ആന്റണി സാറിനോട് വല്ല വിരോധമുണ്ടെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വല്ലതും വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല. ഞാനിപ്പോഴും അദ്ദേഹത്തെ എ കെ ആന്റണി സാർ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ആദരണീയനായ ശ്രീ കെ കരുണാകരൻ്റെ വീട്ടിലുണ്ടായ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതൊക്കെ ഓരോരുത്തർ 60 വയസ്സായ ഒരു കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? അനിൽ ബോസിനേക്കാൾ പ്രായമുണ്ട് ഈ പറഞ്ഞ ആളിനെ. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളെ എങ്ങനെ അനിൽ ബോസ് പറഞ്ഞില്ല. പക്ഷേ UDF കഴിഞ്ഞ കാലങ്ങളിൽ പലയിടത്തായി ചെയ്തു എന്ന് പറയപ്പെടുന്ന UPA ഉണ്ട്, അതിനകത്ത് UDF ഉണ്ട്, പല സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ സർക്കാരുകൾ ചെയ്ത കാര്യങ്ങളുണ്ട്. ഇപ്പുറത്ത് ഇടതുപക്ഷത്ത് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പുറത്തേക്ക് എന്തൊക്കെയോ പറഞ്ഞു കേട്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ ലാലെ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി അനിൽ ബോസ് ഇവിടെ ചോദിച്ചൊരു വ്യക്തിപരമായ ഒരു പരാമർശമുണ്ട്. അദ്ദേഹത്തിന് എ കെ ആന്റണി സാറിനോട് വല്ല വിരോധമുണ്ടെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വല്ലതും വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല. ഞാനിപ്പോഴും അദ്ദേഹത്തെ എ കെ ആന്റണി സാർ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ഞാൻ മത്സരിച്ചതായ എനിക്ക് തർക്കമില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ്. എനിക്കറിയാവുന്ന ഒരു അതേ മാന്യത താങ്കൾ ഡോക്ടർ സമ്പത്തിനോട് കാണിക്കേണ്ടതുണ്ട്. ദയവായി പ്ലീസ്. എന്നോട് അങ്ങനെ ഒരാൾ മര്യാദയാ പറഞ്ഞത്, ഞാൻ പറഞ്ഞ മര്യാദയാ പറഞ്ഞത്. സമ്പത്തിനെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണമല്ല. അതിന് അതേ മറുപടി പറയട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യം അവിടെയുണ്ട്. അത് ഡോക്ടർ സമ്പത്ത് അത് തന്നെയാണ് ആദ്യം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അനിൽ ബോസിന്റെ അസഹിഷ്ണുത മുഖമുദ്രയാക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേർക്ക് നേർ മറുപടി പറഞ്ഞാൽ മതിയല്ലോ, എന്തിനാ വളഞ്ഞു ചുറ്റി പിടിക്കുന്നത്? അല്ല, മലയാളം മനസ്സിലാവില്ല എന്ന് എന്തെങ്കിലും ഉണ്ടോ? നിർബന്ധം അങ്ങനെ എന്തെങ്കിലും ഇല്ലല്ലോ. മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? ഒരാൾ സ്ഥാനാർത്ഥിയാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സ്ഥാനാർത്ഥിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ, ഇനി 15ഉം 16ഉം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എനിക്കെതിരായി അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇറങ്ങിപ്പോയ ഒരാളും ഒരിക്കലും ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വർഗബഹുജന പ്രസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ട് നിന്നിട്ടില്ലാത്ത അത്തരത്തിലൊരാൾ ഈ പറയുന്ന ഇതെന്താ, അതിന് ഞാൻ മറുപടി പറയണം എന്നാണ്. അത് കൊള്ളാം അത്തരമൊരു കാര്യത്തിന്. താങ്കൾ തുടക്കത്തിൽ എ കെ ആന്റണി സാറിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അല്ല, ഞാൻ എ കെ ആന്റണി സാറിന് എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പോൾ പല ആളുകൾക്കും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഈ ചർച്ചയിൽ വലിച്ചഴക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരായിക്കോട്ടെ, ഞാനതിനെപ്പറ്റിയൊന്നും പറയുന്നൊന്നുമില്ല. ആദരണീയനായ ശ്രീ കെ കരുണാകരൻ്റെ വീട്ടിലുണ്ടായ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതൊക്കെ ഓരോരുത്തർ 60 വയസ്സായ ഒരു കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? അനിൽ ബോസിനേക്കാൾ പ്രായമുണ്ട് ഈ പറഞ്ഞ ആളിനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. 2, അദ്ദേഹം ചില കാര്യം അപകടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്തും പറഞ്ഞിട്ട് പോകാം. മുമ്പ് ഈ BJP-കാർക്കാരന് എന്തും നുണയും പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ടെന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഇപ്പോൾ ഈ ചില കോൺഗ്രസ്സുകാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്നതായിക്കോട്ടെ. ഈ കേരളത്തിൽ റോഡ് അപകടങ്ങൾ, റോഡ് ആക്സിഡൻറ്റ് അല്ലേ, റോഡ് അപകടങ്ങളുടെ എണ്ണം അങ്ങ് വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിയെല്ലാം LDF ആണ്. അതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് അനിൽ ബോസിന് അഭിപ്രായമുണ്ട് എങ്കിൽ 2023 ആണ്ടിലുണ്ടായ വാഹന അപകടങ്ങളുടെ എണ്ണം 48,091 എന്നുള്ളതും അവിടെ 4,080 പേരാണ് ഫെറ്റാലിറ്റീസ് അതിനകത്ത് സംഭവിച്ചത്. ഇന്ത്യ ഗവൺമെൻറ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് പാർലമെൻറ്റിൽ നൽകിയ കണക്കിൽ നിന്നാണ് ഞാനീ പറയുന്നത്. 2024 25 തീർന്നിട്ടില്ല, 2024 ആയപ്പോൾ 3,714 ഇത് കുറഞ്ഞു എന്നുള്ളതും 10% ഇടിവുണ്ടായി എന്നുള്ളതും ഇത് സംബന്ധിച്ചും നമ്മുടെ കയ്യിൽ കണക്കുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അത് വർദ്ധിച്ചു എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും പറയുന്നതിന് ഇതിനെ ഒരു ന്യായമായി ദയവായി എടുത്തു കളയരുത്. ഇനി എല്ലാത്തിൻ്റെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തക അവകാശം ഞങ്ങൾക്കാണ് എന്നുള്ള നിലയിൽ കട്ടിപ്പേർ അവകാശം കോൺഗ്രസ്സിനാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തർക്കത്തിനൊന്നുമില്ല. 1921 അത്തരത്തിൽ ഈ അഹമ്മദാബാദ് കോൺഗ്രസ്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ സമ്മേളനം, ഇപ്പോൾ അങ്ങനെ ഒരു സമ്മേളനത്തെ പറ്റി ആലോചിക്കാൻ പോലും കഴിയില്ലല്ലോ അനിൽ ബോസെ. അങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തിലെ അസുലഭമായ ഒരു ഭാഗ്യമായി പോകും. സ്വാമി കുമാരാനന്ദും മൗലാന ഹസരത് മൊഹാനിയും രണ്ടുപേരും ആലോചിച്ച് നോക്കണം. ഒരാൾ മൗലവിയാണ്, മറ്റൊരാൾ സ്വാമിയാണ്. മൗലാന ഹസരത് മൊഹാനിയും സ്വാമി കുമാരാനന്ദും രണ്ടുപേരും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനകത്താണ് പ്രവർത്തിച്ചിരുന്നത്. ആ പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും ഗാന്ധിജി അടക്കം അനുകൂലിക്കാത്തതുകൊണ്ട് ആ പ്രമേയം പാസ്സായില്ല. ആ പ്രമേയമാണ് 1929 ലാഹോറിലെ സെക്ഷനിൽ വെച്ചിട്ട് പിന്നീട് അത്തരത്തിൽ അവിടെ അവതരിപ്പിക്കാൻ പണ്ഡിറ്റ് നെഹ്റുവിനോട് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും അത്തരത്തിൽ നിരവധി ആളുകൾ, അതിൽ കുബേരന്മാരും കുചേലന്മാരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെ UDF എന്തിൻ്റെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിക്കുക? ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കാര്യത്തിൽ. കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ലാതെ കേരളത്തിലെ പല ജില്ലകളിലും മത്സരിക്കാൻ കഴിയില്ല. ഈ UDFനെ നയിക്കുന്നത് വാസ്തവത്തിൽ അവിടെ ഡിഫാക്റ്റോ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് SDPAയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്.
ജമാഅത്തെ ഇസ്ലാമിയും വളരെ SDPI കൃത്യമായ ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇതാണ് ചിന്തിക്കാനായി വർഗീയതയും UDF-ന് BJP യും കഴിയില്ല. CPM ഉമായിട്ട് ഞങ്ങൾ ഈ വ്യത്യസ്തത തെരഞ്ഞെടുപ്പിനെ ഇല്ലാത്ത രാഷ്ട്രീയമായി തന്നെയാണ് കേരളത്തിലെ കാണുന്നത്. ഞങ്ങൾ ഈ എല്ലാ ജനങ്ങളെ തരത്തിലുള്ള സാമുദായികമായി വർഗീയതയ്ക്കും എതിരായിട്ടുള്ള വേർതിരിക്കുന്ന ദയവായി അടുക്കൽ നിലപാടാണ് അൽബോസ് എടുക്കുന്നത്. നമ്മൾ തുടക്കം തൊട്ട് സമ്പത്ത് പാലിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്ന ഒരു ഡെക്കോറും രാഷ്ട്രീയമാണ് താങ്കളായി തകർക്കുകയാണ്. അല്ലല്ല, ദയവായി സമ്പത്ത് അല്ല, എന്ന ദയവായി. BJP-ക്കാരന്റെ ഞാൻ ഈ രാഷ്ട്രീയമാണ്. പറഞ്ഞ കേരളത്തിൽ കാര്യങ്ങൾ കൊള്ളേണ്ടിടത്ത് മതവെറി കൊണ്ടുപോയി ഉണ്ടാക്കാനുള്ള എന്നുള്ളതിൽ രാഷ്ട്രീയമാണ് വളരെയധികം പോകുന്നത്. സന്തോഷമുണ്ട്. ഈ ഒരു സാധാരണഗതിയിൽ പഞ്ചായത്ത് ഓടുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ മൃഗത്തിന് അമ്പ് ഒരു കൊള്ളുമ്പോൾ മതവെറി വല്ലാതെ ഉണ്ടാക്കാനുള്ള അതിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഹൗളിങ്ങും സമ്പത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു ശീൽക്കാരവും എല്ലാം ഉണ്ടാകുമെന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തകരും അമ്പല്ല. സ്വാഭാവികമായ ഒരു ഇത് കാര്യമാണ്. എനിക്കല്ല അമ്പ് കൊള്ളുന്നത്. ഞാൻ അങ്ങേക്ക് കേരളത്തിലെ വേണ്ടിയിട്ട് ജനങ്ങളുടെ ചെയ്തതല്ല. പക്ഷെ മനസ്സിൽ വന്ന നിങ്ങൾ ദിവസം വിഷം തന്നാൽ എനിക്കൊന്നും കുത്തിവെക്കുകയാണ് ചെയ്യാനായിട്ടില്ല. നിങ്ങൾ കേരളത്തിലെ UDF എന്തിന്റെ ജനങ്ങളുടെ പേരിലാണ് മനസ്സിൽ വിഷം വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചർച്ച ചോദിച്ചത്. ചെയ്തത്. ഈ പഞ്ചായത്ത് അല്ലാതെ രാജ് ഞാൻ സംവിധാനത്തെ ഇടപെടില്ല. മുഴുവൻ അല്ല, ഞാൻ തകർത്തതായിട്ടുള്ള ഇടപെടില്ല. ഇത് ചരിത്രമാണ് നിങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനപ്പുറം UDF കേരളത്തിലെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളുടെ മനസ്സിൽ സമസ്ത വർഗീയ മേഖലകളിലും വിഷം മരവിപ്പും കുത്തിവെക്കാൻ മുരടിപ്പും ശ്രമിക്കുന്നത് അടുക്കൽ മാത്രമാണ് അൽബോസ് ദയവായി, അടുക്കൽ അൽബോസ് ദയവായി. ഇനി ഇവിടെ ശ്രീ ഷാജി രാഘവൻ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ അത് അനിൽ ബോസ് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടേതായ പാർട്ടി സമ്മേളന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ BJP-യുടെ വോട്ട് ഷെയറിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ, കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിനെ സംബന്ധിച്ച് അല്ല, ജമാഅത്തെ ഇസ്ലാമി അത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് SDPI നടത്തിയിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഒന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല, ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ പാർട്ടി കോൺഗ്രസ് എന്ന അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ പാർട്ടി അംഗം പോലും അല്ലാത്തവർക്ക് എന്ന് വെച്ചാൽ അപ്പുറത്തെ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന ശ്രീ ഷാജി രാഘവനും ശ്രീ അനിൽ ബോസിനും അടക്കം വേണമെങ്കിൽ CPIM-ന്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശം കൊടുക്കാം. ആ ഭേദഗതി നിർദ്ദേശം പാർട്ടി കോൺഗ്രസിൽ ഇന്നയാൾ ഇന്നിടത്ത് നിന്ന് നൽകിയിട്ടുള്ളത് ഇതിന് പകരം ഇന്നതാണ് എന്നുള്ളത് അവിടെ വേണമെങ്കിൽ അവതരിപ്പിച്ചാൽ അവിടെ വോട്ടിനിട്ട് വേണമെങ്കിൽ അത് അംഗീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളാം. ഇതാണ് ഈ പാർട്ടി എന്നുള്ളത്. അല്ലാതെ ഈ പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അല്ല കോൺഗ്രസ് ഇപ്പം ഞങ്ങൾ കോൺഗ്രസിനെ പല കാരണവശാലും ഞങ്ങൾ എതിർക്കും, അവരുടെ രാഷ്ട്രീയ നയങ്ങളെ എതിർക്കും, ശരിയാണ്. ഷാജി രാഘവൻ്റെ പാർട്ടി അവരുടെ രാഷ്ട്രീയമായ പല കാരണങ്ങൾ കൊണ്ട് എതിർക്കും. അതുകൊണ്ടൊന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും ഒരകൽച്ചയും ഉണ്ടാവുന്നില്ല. രാഷ്ട്രീയമാണ് വിഷയം. എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയ തീരുമാനമാണ്. നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനവും രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങളുടെ വോട്ടവകാശം എന്നുള്ളത്, ആ വോട്ടവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും തുല്യരാകുന്നത് അവിടെ മാത്രമാണ്. കേരളത്തെ സംബന്ധിച്ച് ഭാവി കേരളം എങ്ങനെ ആയിരിക്കണമെന്ന്, അതിനെ സംബന്ധിച്ച് അത് എങ്ങനെ രൂപപ്പെടുത്തണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലും വിധി എഴുതിയത് തന്നെ. ഞാൻ നിർത്തുന്നതിന് മറ്റു കാര്യം, 5 കൊല്ലം മുമ്പ് ഇതുപോലെ തെരഞ്ഞെടുപ്പെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അപ്പുറത്തും 2 ചങ്ങാതിമാർ ഇവരല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നിരുന്നിട്ട് പറയും നിങ്ങൾ ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പടിയിറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് അത്തരത്തിൽ അവരുടെ എല്ലാം വായിലിരിക്കുന്ന പലതും ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് അതുപോലെയൊന്നും ഇപ്പോൾ ഇത്തരത്തിൽ വന്നില്ല. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അത് കേൾക്കേണ്ടതായി വന്നേക്കും. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തത് വീണ്ടും LDF-നാണ്, ആവേശത്തോടെ തുടർച്ചയായി. ശരി, താങ്കൾക്ക് ആ 1 മിനിറ്റ് ഉപയോഗിക്കാം. ഇത് LDF-നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എന്ന് എല്ലാവരും സമ്മതിക്കുകയാണോ? ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ BJP-യുടെ പ്രഗതി പറയുന്ന ഒരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. വാട്ട് കൈൻഡ് ഓഫ് ആൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ത്യ ഗവൺമെൻറ് കടമെടുക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 2025-26 മൊത്തം കടബാധ്യത എന്നുള്ളത് ഏതാണ്ട് 196.7 ലക്ഷം കോടി രൂപയ്ക്ക് അപ്പുറമായി മാറുകയാണ്. അപ്പം ഞാനിട്ടാൽ ഇതെല്ലാം ഈ ട്രൗസറാണ്, നിങ്ങളിട്ടാൽ ഇതെല്ലാം കളസമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചിരണമെന്ന് പറഞ്ഞാൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. 2, ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ദാരിദ്ര്യം, നിതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ആ പോവർട്ടി അലിവിയേഷനിൽ 1ാം റാങ്കിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം. ആൾട്ടർനേറ്റീവ് പറയുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം എവിടെയാണ്? BJP-യുടെ മുന്നണി ഭരിക്കുന്ന ബീഹാറിൽ 33.76%, നിതി ആയോഗിൻ്റെ കണക്കാണ്. ജാർഖണ്ഡ് 28.81%, UP അവരുടെ നേതാവാണ് ഭരിക്കുന്ന BJP-യുടെ 22.99%, മധ്യപ്രദേശ് 20.73%, ആസാം BJP-യാണ് ഭരിക്കുന്ന 18.33%. തീരുന്നില്ല. ഈ കേരളത്തിൽ LDF ഗവൺമെൻറ് കഴിഞ്ഞ 9.5 കൊല്ലം കൊണ്ട് മനുഷ്യന് ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുന്നത്, ഒരു വർഷം 50,000 വീടുകൾ, ഒരു മാസം 1667 വീടുകൾ, ഒരു ദിവസം 135 വീടുകൾ, ഒരു മണിക്കൂറിൽ 6 വീടുകൾ, 10 മിനിറ്റിൽ ഒരു വീട്, ഇത് പൂർത്തിയാക്കിയത് കൊണ്ടാണ് 4,70,000 വീടുകൾ അത്തരത്തിൽ കുടുംബങ്ങൾക്ക് സമ്മാനിക്കാനായി കഴിഞ്ഞത്. ഇതാണ് LDF എന്നുള്ളത്. ഇത് തച്ചുടയ്ക്കണം എന്നാണെങ്കിൽ പ്രകാശത്തെ അതിനെ ഇല്ലാതാക്കി വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് NDA-ക്കും. ശരി. അൽബോസ്, അവസാനത്തെ ഒരു 45 സെക്കൻഡ് താങ്കൾക്കാണ്. കോവിഡ് മഹാമാരിയുടെയും പ്രളയത്തിൻ്റെയും രൂക്ഷമായ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ പ്രാദേശിക സർക്കാരുകൾ വഴി കമ്മ്യൂണിറ്റി കിച്ചണും ഇതൊക്കെ നൽകി പേരെടുത്ത് വീണ്ടും തിരിച്ചു വന്ന സർക്കാരിൻ്റെ കീഴിലാണിതാ ഇപ്പോൾ. ആ സമയത്താണിതാ മറ്റൊരു പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ
കേന്ദ്രത്തിന് BJPക്ക് അവകാശപ്പെടാനൊന്നുമില്ല. എല്ലാം LDF തന്നെയാണ് നടത്തിയതെന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് പിന്നെ എന്താ അവകാശപ്പെടാൻ? സുനാമി ആണെങ്കിലും പ്രളയമാണെങ്കിലും ഈ കോവിഡ് ആണെങ്കിലും ഇത് വരുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ല. ഇത് പരിഹരിക്കാനുള്ള ശ്രമം ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മുന്നണിയുടേതല്ല. രാജ്യവ്യാപകമായിട്ടുള്ള വിവിധ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെ ഞങ്ങൾ വിമർശിക്കുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങളെ വിമർശിക്കുന്നതിൻ്റെ കാരണം സ്വന്തം ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിമാർ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയം അജണ്ടയിൽ നിന്ന് മാറ്റിവെക്കുമെന്ന് പറയുകയും ആ മന്ത്രിമാർ പോലും അറിയാതെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നേ പോയി കീഴ്പ്പെട്ട് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്ത ഒരു ക്യാബിനറ്റിനോട് കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിയുമുള്ള നാടായി ഇത് മാറി. BJPക്ക് വിടുപണി ചെയ്യുന്ന നടപടിയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് PMC പദ്ധതി. അപ്പോൾ അത്തരം നെറികേടുകൾ കാണുമ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിരുന്നും BJPക്കാരായിട്ടുള്ള പ്രതിനിധികൾ CPM-നെ അറ്റാക്ക് ചെയ്യാത്തത് കാണുമ്പോൾ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടത് നിങ്ങളുടെ കൂട്ടുകച്ചവടം അത് വളരെ കൃത്യമായി സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, ഈ കോവിഡും മഹാമാരിയും പ്രളയവും ഒന്നും ഇങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും ആലോചിച്ച് പാർട്ടി തീരുമാനം വഴിയല്ല ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോഴും ചില പാർട്ടിക്കാരൊക്കെ ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നു പ്രളയം വരും, പിന്നെ വീണ്ടും ഒരു പ്രളയം വരും, അത് കഴിഞ്ഞിട്ട് അടുത്ത മറ്റൊരു മഹാമാരിയോ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ എഫക്റ്റ് ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാകും, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഭരണത്തിൽ കയറി വരും എന്നൊക്കെ കരുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി സാർ. ഇനിയിപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും.